മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജഡത്തിൻ്റെ അഭിലാഷം ആത്മാവിനും, ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനും വിരോധമാണ്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അങ്ങനെ ജഡത്തിൻ്റെ ചിന്ത നമ്മിൽ ശക്തിപ്പെടാൻ തുടങ്ങിയാൽ, വാഴാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീയുടെ അകത്ത് ഒരു കുഞ്ഞ് പിറക്കുന്നത് പോലെ നിങ്ങളുടെ അകത്ത് മോഹങ്ങൾ ജനിക്കും. ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പലവിധമായ സ്കാനിങ്ങിലൂടെ, ടെസ്റ്റിലൂടെയൊക്കെ വിലയിരുത്തപ്പെടും. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും വിശദമായ പരിശോധനകളുണ്ടാകും. കുഞ്ഞ് പുറത്തു വരുന്ന ഒരു സമയവും ഡോക്ടർമാർ വ്യക്തമായി നിർദ്ദേശിക്കും. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെയാണ് ജഡത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ ജഡികമായ ചിന്തകൾ നിങ്ങളുടെ അകത്ത് മോഹത്തെ ജനിപ്പിക്കും. തിരുവെഴുത്ത് പറയുന്നു, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. ഇങ്ങനെ ലോകത്തെ സ്നേഹിക്കുന്നവൻ്റെ അകത്ത് പിതാവിൻ്റെ സ്നേഹമില്ല. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മോഹം ജനിച്ചാൽ ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. മോഹം ജനിച്ചു കഴിഞ്ഞാൽ ഒരു സ്കാനിങ്ങിൻ്റെയും ആവശ്യമില്ല. പുറത്തു വരാൻ പോകുന്നത് പാപമാണ്. പാപം പുറത്തു വന്നാൽ പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നിത്യതയിലേക്കുള്ള യാത്രയാണ്. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട ആ കാൽവറി ദർശനം നമ്മുടെ കണ്ണിൽ നിന്ന് മാറിപ്പോകരുത്. പുറമെയുള്ള കണ്ണുകൾ ക്ഷയിച്ചു പോകുന്നതാണ്, മങ്ങിപ്പോകുന്നതാണ്, തിമിരം വരുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ നമ്മുടെ അകത്തു ജനിച്ച അകമയുള്ള മനുഷ്യൻ്റെ കണ്ണ് അതൊരിക്കലും മങ്ങിപ്പോകുന്നതല്ല. ഹൃദയദൃഷ്ടി ഇന്ന് പകൽ പ്രകാശിക്കണം. പുറമെയുള്ള മനുഷ്യൻ്റെ ആയുസ് 80 വർഷം കൊണ്ട് അവസാനിക്കും. എന്നാൽ അകമയുള്ള മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവൻ്റെ കണ്ണ് മങ്ങിപ്പോകാൻ നാം അനുവദിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ കാഴ്ചകൾ, ഈ ലോകത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ മോഹങ്ങൾ ജനിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ലോകസ്നേഹം നിങ്ങളെ വശീകരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദൈവസ്നേഹത്താൽ കെട്ടപ്പെടണം. തിരുവെഴുത്തുകളിലേക്ക് തിരിയണം. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നടത്താൻ ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നിത്യതയിലേക്കുള്ള വഴിയാണ്. ഇടുക്കുവാതിൽ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഞെരുക്കമുള്ള വഴി പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് മുൻപിലൊരു സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ഗതസമന മുതൽ ഗോൽഗോത്ത വരെ ഇടുക്കവും ഞെരുക്കമുള്ളൊരു വഴിയിലൂടെയാണ് നടന്നത്. വളരെ മൃഗീയമായ പീഡനങ്ങൾ തനിക്ക് ഏൽക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ പ്രാണനെ വിടുന്നത് പോലെയുള്ള അനുഭവങ്ങളുണ്ടായി, നിലവിളികളുണ്ടായി. എന്നാൽ ആ ഇടുക്കമുള്ള വഴിക്കും അപ്പുറം പിതാവ് തനിക്ക് മറച്ചു വെച്ചത് നിത്യജീവനാണ്. എല്ലാ നാമത്തിനും മേലായ നാമമാക്കി ഉയർത്തുകയും എല്ലാ വാഴ്ചകൾക്കും മുകളിൽ വാഴുവാൻ അധികാരം നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ,
ദൈവം നമുക്കും ഒരുക്കിയിട്ടുള്ളത് ഇതേ വഴിയാണ്. ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് കർത്താവിന് കൊടുത്ത അവകാശങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ഭൂമിയിലേക്ക് നിങ്ങളെ കെട്ടിയിടാൻ, ഇവിടെ കെട്ടിയിട്ട് മരണം കൊണ്ട് നിങ്ങളെ തകർക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ നിങ്ങൾ ജഡത്തിനായി ചിന്തിക്കരുത്. കണ്ണ് ചുവന്നുള്ളതെങ്കിൽ ശരീരം പ്രകാശിതമായിരിക്കും. ഈ ലോകത്തിലെ സ്നേഹങ്ങൾ, ഈ ലോകത്തിലെ ഭോഗങ്ങൾ, അതെല്ലാം താൽക്കാലിക സംതൃപ്തിയാണ് നമുക്ക് നൽകുന്നത്. വെള്ളത്തിൻ്റെ കുമിള പോലെ പൊട്ടിപ്പോകുന്ന സുഖങ്ങളാണതെല്ലാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ അത് ജീവനുള്ളതാണ്, ക്ഷയിച്ചു പോകുന്നതല്ല. ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത ഒരവകാശമാണ് ദൈവം നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ വചനം ധ്യാനിക്കണം, വചനം കണ്ടെത്തി ഭക്ഷിക്കണം. വചനവുമായിട്ട് ആഴമേറിയൊരു ബന്ധം വേണം. നിങ്ങളെ നിത്യതയിൽ എത്തിക്കുന്നത് വചനമാണ്. പരിശുദ്ധാത്മാവാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ അകത്തെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വില കൊടുക്കണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ വേണ്ടി നിങ്ങൾ മനസ്സ് വയ്ക്കണം, പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ ദൈവം ഇന്ന് പകൽ പ്രവർത്തിക്കും. ദൈവത്തിന് വിചാരമുണ്ട്, ദൈവം നിങ്ങളെ തള്ളിക്കളയുന്നവനല്ല. എങ്കിലും ഇന്ന് പകൽ അറിയണം, അകത്തെ മനുഷ്യൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നത് എന്താണ്, അവനെ തളർത്തുന്നത് എന്താണ്, അവൻ്റെ മുന്നേറ്റത്തെ തടയുന്നത് എന്താണ് തിരിച്ചറിയുക. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.